കോഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ ഷെയർ ചെയ്യാം. ഹോം സയൻസിന്റെ നമ്മൾ ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോഴും ഇപ്പോൾ നമ്മൾ ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ പോലും ആ ഡിഗ്രി BSc ഹോം സയൻസ് എന്ന ഡിഗ്രി കോഴ്സിലേക്ക് എലിജിബിലിറ്റി ആയിട്ട് പല സ്ഥാപനങ്ങളും എനി +2 എന്നുള്ളതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ആ ഒരു വ്യത്യാസം കാണാം. ഇപ്പോൾ വിമല കോളേജിൽ BSc ഹോം സയൻസ് അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സയൻസിലേക്ക് എലിജിബിലിറ്റി ആയിട്ട് +2 സയൻസ് സ്ട്രീം പറയുന്നുണ്ടെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെയും MG യൂണിവേഴ്സിറ്റിയുടെയും കീഴിൽ വരുന്ന ചില കോളേജുകളിൽ ഇനി +2 എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പുറത്തോട്ടുള്ള സ്ഥാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് ഈ ഹോം സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആ ഒരു സ്ട്രീം പഠിക്കുന്ന +1 +2 പഠിക്കുന്ന കുട്ടികളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങേണ്ട ഒന്നല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഹോം സയൻസ് എന്ന് പറയുമ്പോൾ ആളുകളിലേക്ക് എന്താണ് ഇപ്പൊ ആ ഒരു നമുക്ക് മറ്റുള്ള സബ്ജക്റ്റുകളും പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം. പക്ഷെ ഹോം സയൻസ് എന്നുള്ളത് എന്താണ് അതിൽ എന്നുള്ളത് തന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു നമുക്കൊരു അറിയാനൊരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു പേര് തന്നെയാണ് ഹോം സയൻസ് എന്ന് പറയുമ്പോൾ. ആ ഹോം സയൻസിന്റെ വിവിധ മേഖലകൾ അറ്റ് പ്രസന്റ്ലി നമുക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ എത്രത്തോളം സാധ്യതകൾ തുറക്കുന്ന ഒരു ഏരിയയാണ് ഹോം സയൻസ് എന്നുള്ളതാണ്. നമുക്കതിന്റെ ഇപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ +2 ഹോം സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ കരിയർ ഗൈഡുമാരാണെങ്കിലും ഹോം സയൻസ് ടീച്ചേഴ്സ് ആണെങ്കിലും അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് മറ്റുള്ള കോമ്പിനേഷനിലുള്ള കുട്ടികൾക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി ഞാൻ ഇതോടൊപ്പം പറയാണ്. നമ്മൾ അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഹോം സയൻസ് പഠിക്കാത്ത ഒരു കുട്ടിക്ക് നമ്മൾ ഈ ഒരു കാര്യം ആ കുട്ടികൾക്ക് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം നമുക്ക് ഈ ഒരു ഹോം സയൻസിനെ കുട്ടികൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ അതെന്താണ് എന്നുള്ള ഒരു ചോദ്യം അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇതിന്റെ ഹോം സയൻസ് എന്നുള്ള പേര് തന്നെ ആക്ച്വലി ഇപ്പൊ മാറി വരികയാണ്. ഇപ്പോ പല യൂണിവേഴ്സിറ്റികളിലും ഇപ്പൊ നമ്മൾ പുറത്തേക്കാണെങ്കിൽ പോലും അവിടെ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സയൻസ് എന്നുള്ള ഒരു പേരാണ് കൂടുതലായിട്ട് ഇപ്പൊ ഉപയോഗിച്ച് വരുന്നത്. അപ്പൊ ആ പേരിലായിരിക്കും പല സ്ഥാപനങ്ങളിലും ഈ കോഴ്സ് കാണുന്നത്. അപ്പൊ ഹോം സയൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. അപ്പൊ നമുക്കറിയാം ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിന് പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു റിസർച്ച് ചെയ്യുകയാണെങ്കിൽ പോലും ഇപ്പൊ എന്താണ് ഒരു ഇന്റർ ഡിസിപ്ലിനറി രീതിയിലേക്കാണ് കൂടുതൽ വരുന്നത്. അപ്പൊ അതിനുള്ളൊരു സാധ്യതകളും അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യവും കൂടുമ്പോൾ ഈ ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡായിട്ട് വരുന്ന ഹോം സയൻസിന്റെ ഇമ്പോർട്ടൻസും സ്വാഭാവികമായിട്ടും കൂടും. അപ്പൊ ഇതില് നമ്മൾ കമ്പൈൻ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് സയൻസ്, ടെക്നോളജി, മാനേജ്മെന്റ് ആൻഡ് ആർട്ട്, ഇത്രത്തോളം കാര്യങ്ങൾ കമ്പൈൻ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ഹോം സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹോം സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി, അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. സോ സ്വാഭാവികമായിട്ടും ഫാമിലിയുടെ ആ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. ദെൻ അതുവഴി കമ്മ്യൂണിറ്റിയുടെ ഇപ്പൊ മൊത്തത്തിലുള്ള ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് കൂടെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. വൈ ഹോം സയൻസ് മാറ്റേഴ്സ് അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഹോം സയൻസിന് നമ്മൾ ദിസ് മച്ച് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഹോം സയൻസിന് അത്രയധികം പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ നമുക്ക് ആ ഒരു ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. ഇപ്പോൾ ഹോം സയൻസിൽ എന്താ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പറയുമല്ലോ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ആദ്യം നമുക്ക് ആ ഹെൽത്ത് ആണ് ആവശ്യമുള്ളത്. ആ ഒരു ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നമുക്ക് പ്രോപ്പറായ ന്യൂട്രീഷൻസ് കിട്ടിയിരിക്കണം. അപ്പൊ അവിടെ ബാലൻസ്ഡ് ഡയറ്റ് അതിന്റെ പ്രാധാന്യം, ദെൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എല്ലാ ഏജ് ഗ്രൂപ്പിലും. ഇപ്പോ ഒരു പെർട്ടിക്കുലർ ഏജ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആവണ്ടൂ എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ ഓരോ ഏജിലും നമ്മൾ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അത്തരം കാര്യങ്ങൾ വരുന്നു. ദെൻ ഫാമിലി വെൽബീയിങ്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഫുൾ പൊട്ടൻഷ്യൽ, അവരുടെ പൊട്ടൻഷ്യൽ, അത് വർക്കിന്റെ ഫീൽഡിലായാലും എവിടെയാണെങ്കിലും അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണമെങ്കിൽ അവരുടെ ഫാമിലി ഓക്കെ ആയിരിക്കണം. ഫാമിലിയുടെ വെൽബീയിങ് ഇസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവിടെ ഫാമിലി വെൽബീയിങ്ങിൽ വരുമ്പോൾ ചൈൽഡ് കെയർ വരുന്നുണ്ട്, എൽഡർലി കെയർ വരുന്നുണ്ട്. ദെൻ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ഫാമിലി
ഫാമിലി റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള വളരെ കാര്യം. ഇത് ഈ ഓർഗനൈസേഷൻ ആയിട്ട് തന്നെ വരുന്ന ഒരു കാര്യമാണ് ഫാമിലി റിസോഴ്സ് മാനേജ്മെന്റ്. ഒരു ഫാമിലി റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ആ ഫാമിലിയിലെ ഹ്യൂമൻ റിസോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈം, നമ്മുടെ എനർജി തുടങ്ങിയ കാര്യങ്ങൾ, മെറ്റീരിയൽ റിസോഴ്സുകളായ മണി പോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ആ ഒരു പിന്നെ ഹെഡിങ്ങിൽ വരുന്നതാണ് ഫാമിലി വെൽബീയിങ്ങിൽ. ദെൻ സസ്റ്റൈനബിൾ ലിവിങ്. ഈ സസ്റ്റൈനബിൾ ലിവിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കുട്ടികളിലേക്ക് നമ്മൾ കൊടുക്കാൻ, ഇപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും കുട്ടികളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ റിസോഴ്സുകളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഭാവിയിലേക്ക് കൂടി കരുതി വെച്ചുകൊണ്ട്. അപ്പൊ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ക്ലാസ് റൂമുകളിൽ നമ്മൾ ഇറങ്ങി പോരുമ്പോഴുള്ള ലൈറ്റുകളും ഫാനുകളും ഒന്ന് ഓഫ് ചെയ്ത് നമ്മൾ അവിടെ എനർജി കൺസേർവ് ചെയ്യുന്നു. നമ്മൾ ബാത്റൂമിലും അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം വെറുതെ വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ദെൻ അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പൊ സ്കൂളുകളിലൊക്കെ തന്നെ ആണെങ്കിൽ ഈ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങൾ സെപ്പറേറ്റ് ചെയ്തിടുന്ന ആ ഒരു രീതി കുട്ടികൾക്ക് അത് അവരെ പ്രാക്ടീസ് ചെയ്യിച്ച് അതിനോട് അവർ പൊരുത്തപ്പെട്ട് അവർ സ്വയം ചെയ്യുന്നതിലേക്ക് എത്തിക്കുക. ഇതെല്ലാം തന്നെ നമുക്ക് ഈ സസ്റ്റൈനബിൾ ലിവിങ്ങിന്റെ ഭാഗമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ദെൻ കരിയർ ആൻഡ് എന്റർപ്രൈസസ്. നമുക്ക് ജോലി, അതല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണോ, അതെല്ലാം സ്വാഭാവികമായ വേറെ രീതിയിലേക്കാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും, ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഈ ഒരു മേഖലയ്ക്ക് പ്രാധാന്യമുണ്ട്. ഹോം സയൻസ് അല്ലെങ്കിൽ നമ്മൾ പുതിയ പേരായ കമ്മ്യൂണിറ്റി സയൻസിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പൊ അതുവഴി ഇത് നമ്മൾ ഹോം സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഞാനിപ്പോൾ ഹോം സയൻസ് പഠിക്കുന്നു, ഇനി എന്താണ് എനിക്കിത് പഠിച്ചാലുള്ള കാര്യം എന്ന ഒരു ചിന്ത അവരുടെ, അല്ലെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട് എന്നത് നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് അതിന്റെ ഹയർ സ്റ്റഡീസിലേക്ക് പോവുകയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് നേരത്തെ സൂചിപ്പിച്ചു. അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്ലസ് ടു സയൻസ് എന്നുള്ള കമ്പൽസറിയിൽ നിൽക്കുമ്പോൾ മറ്റ് പല സ്ഥാപനങ്ങളിലും എനി സ്ട്രീം, അതൊരു സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നുള്ള ഇതിലേത് സ്ട്രീമുള്ള പ്ലസ് ടു കാർക്കും അപേക്ഷിക്കാമെന്ന കാര്യം. അപ്പോൾ അതും നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. മറ്റ് സ്ട്രീമുകളിലെ കുട്ടികൾക്ക് നമ്മൾ ഹയർ സ്റ്റഡീസിലേക്ക് BSc പ്രോഗ്രാമുകളിലേക്ക്, ഇപ്പൊ BSc പ്രോഗ്രാമുകളിലേക്ക് പോകുമ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഹോം സയൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സയൻസ് എന്ന് പറയുമ്പോൾ അതൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതിൽ നമ്മുടെ സസ്റ്റൈനബിൾ ലിവിങ്, മെന്റൽ ഹെൽത്ത്, നമ്മുടെ ഡെവലപ്മെന്റ്, അതുപോലെ നമ്മുടെ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫുഡ് സേഫ്റ്റി, ടെക്സ്റ്റൈല്, ഡിസൈനിങ് തുടങ്ങി ഒരു നമുക്കറിയാം ഒരു 1, 2, 3, 4 എണ്ണത്തിൽ ഒതുക്കാൻ പറ്റാത്ത അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു സിലബസ് കവർ ചെയ്യുന്നത്. ഇപ്പൊ നമുക്കതിന്റെ ഡിഗ്രി കോഴ്സിന്റെ ഒക്കെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എത്രത്തോളം വൈഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതില് നമുക്ക് BSc കോഴ്സുകളായിട്ട് പറയുമ്പോൾ തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ചില കോർ ഏരിയകളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും മിക്ക സ്ഥാപനങ്ങളിലും BSc കോഴ്സുകൾ കാണാം. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ തന്നെയാണ്. അപ്പൊ അതില് ഫുഡ് സയൻസ്, ദെൻ ന്യൂട്രീഷൻ, പിന്നെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്. ഇപ്പൊ നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ് അറിയുന്ന കുട്ടികൾ ഇപ്പോഴേ നമ്മളടുത്ത് ഫസ്റ്റ് ഇയർ ആണെങ്കിലും സെക്കൻഡ് ഇയർ ആണെങ്കിലും അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ അറിയുന്നവരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ അതിലിപ്പോ മെയിൻ ആയിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതിൽ മെയിൻ ആയിട്ട് ഈ ഒരു ഏരിയ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ചിലർ ഫുഡ് ടെക്നോളജി എന്നുള്ള പേരിലായിരിക്കും, ചിലർ ഫുഡ് സയൻസ് ആണ്, ചില കുട്ടികൾ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്നുള്ള പേരിൽ തന്നെ വന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അതും അവിടേക്കും അത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്തി തുടങ്ങിയതാണ്, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു താല്പര്യമുണ്ട്. അപ്പൊ ആ മെയിൻ ഏരിയ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ വരുന്നു. ദെൻ രണ്ടാമത്തെ ഒരു ഏരിയ ആയിട്ട് നമുക്ക് പറയാം ഡിസൈൻ ആൻഡ് ടെക്സ്റ്റൈൽസ്. എന്താണ് ഈ ഹോം സയൻസ് എന്ന കോഴ്സിന് ഡിസൈന് എന്താ അതിൽ വരിക, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസുമായിട്ട് എന്താ ബന്ധം എന്നുള്ളൊരു സംശയം ഉണ്ടായേക്കാം. അപ്പൊ അവിടെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു എന്താ പറയാ ടെക്സ്റ്റൈൽ സയൻസ്, അതുപോലെ ഫാബ്രിക്കിനെ കുറിച്ച്, അതല്ലെങ്കിൽ ഒരു ഫൈബർ എങ്ങനെ ഫാബ്രിക് ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം, അതിന്റെ ഡിസൈനിങ് എങ്ങനെയാണ്, ഇതുമായി ബന്ധപ്പെട്ട മേഖല വരുന്നുണ്ട്. ദെൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഒരു മനുഷ്യന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ
ചൈൽഡ് തൊട്ടിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റ് കാര്യങ്ങൾ, ദെൻ നേരത്തെ സൂചിപ്പിച്ച ഫാമിലി റിസോഴ്സ് മാനേജ്മെന്റ്, ദെൻ കമ്മ്യൂണിറ്റി ആൻഡ് എക്സ്റ്റൻഷൻ. കമ്മ്യൂണിറ്റിയിലേക്ക് ചെന്നുകൊണ്ടുള്ള നമുക്കിപ്പോൾ റിസർച്ച് വഴി അല്ലെങ്കിൽ പുതിയ ഇൻവെൻഷൻസ് കാര്യങ്ങൾ വരുമ്പോൾ അതൊരു കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യം, അത് റൂറൽ ആണെങ്കിലും അർബൻ ആണെങ്കിലും ഏരിയകളിലേക്ക് എത്തി ഈ കണ്ടുപിടുത്തം കൊണ്ട് എന്ത് ഗുണമാണ് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റി റീച്ച് പ്രോഗ്രാംസുകൾ, അങ്ങനെയുള്ള ഒരു ഏരിയ, ഇതെല്ലാം ഈ ഒരു ഹെഡിങ്സിൽ വരുന്നതാണ്. അതായത് ഹോം സയൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സയൻസിന്റെ അണ്ടറിൽ വരുന്നു. ദെൻ നമുക്ക് ഡിഗ്രി ലെവൽ കോഴ്സുകളുണ്ട്. അത് ഞാൻ സ്ഥാപനങ്ങൾ പറയുമ്പോൾ കോഴ്സുകളുടെ പേരൊന്ന് സൂചിപ്പിക്കാം. ദെൻ പോസ്റ്റ് ഗ്രാജുവേഷൻ, റിസർച്ച്, PG ഡിപ്ലോമ ലെവലുകൾ. PG ലെവൽ ആകുമ്പോഴേക്കും ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ കോളേജോ അങ്ങനെയൊന്നും അല്ലാണ്ട് തന്നെ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട PG പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ്. അപ്പൊ അവർക്ക് പഠിക്കാനായിട്ട് ഹോം സയൻസ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് പഠിക്കാൻ ഇത്തരത്തിലുള്ള പ്രീമിയർ സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ കോഴ്സുകളുടെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് അവരോട് പറയാം. ഇപ്പോൾ MSc ഹോം സയൻസ് എന്നുള്ള രീതിയിൽ സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ, ക്ലിനിക്കൽ ന്യൂട്രീഷൻ, ഹ്യൂമൻ ഡെവലപ്മെന്റ്, ടെക്സ്റ്റൈൽ ആൻഡ് ക്ലോത്തിങ്. ദെൻ ഇനി PG ലെവലിൽ ഇങ്ങനെ അല്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റുക? MBA, HR പോലുള്ള ഏരിയയിൽ MBA നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ. ദെൻ MSWന്റെ ചില ഏരിയകളിലും നമുക്ക് BSc ഹോം സയൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സയൻസ് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ദെൻ പിന്നെ PhD പ്രോഗ്രാംസ്, പോസ്റ്റ് ഡോക്ടറൽ, അതായത് ഹയർ സ്റ്റഡീസിന് എത്ര വേണമെങ്കിലുമുള്ള പിന്നെ സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൂടി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. ഇതിലെ സ്പെഷ്യലൈസേഷനായിട്ട് നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇതിലെ സ്പെഷ്യലൈസേഷനായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിലിപ്പോ നമുക്കറിയാം പണ്ടത്തെ അപേക്ഷിച്ച് ആളുകൾ ഒരുപാട് ഹെൽത്ത് കോൺഷ്യസ് ആവുന്നു എന്ന് പറഞ്ഞു. ആ ഹെൽത്ത് കോൺഷ്യസിൽ ഇപ്പൊ നമ്മുടെ സ്കൂളിൽ തന്നെ, നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ ഈ ജിമ്മിലൊക്കെ പോകുന്ന കുട്ടികൾ, അത് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം നമുക്ക് നോക്കിയാൽ അറിയാം. ഇനി അതല്ല, ഒരു 20-21 വയസ്സിലുള്ള കുട്ടികളാണെങ്കിലും ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും എല്ലാവരും എന്താണ് ഒരു ഫിറ്റ്നസ് കുറച്ചും കൂടെ കോൺഷ്യസ് ആണ്. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ തന്നെ ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ മധുരക്കിഴങ്ങ് കൊണ്ടുവരുന്നു, അതുപോലെ ബോയിൽഡ് എഗ്ഗ് കൊണ്ടുവരുന്നു, ഞങ്ങൾ കക്കിരിക്ക കഴിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുന്ന ഒരു വിഭാഗം കുട്ടികൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു ന്യൂട്രീഷൻ അതില്ലെങ്കിൽ എങ്ങനെ അതിനൊക്കെ ഒരു പ്രാധാന്യം കൂടാണ്. സോ ഫുഡ് സയൻസ്, ക്ലിനിക്കൽ ന്യൂട്രീഷൻ തുടങ്ങിയിട്ടുള്ള ഫുഡ് ഹെൽത്ത് ന്യൂട്രീഷൻ തുടങ്ങിയ ഏരിയ അതിന്റെ സ്പെഷ്യലൈസേഷനിൽ വരുന്നുണ്ട്. ദെൻ നേരത്തെ സൂചിപ്പിച്ചു ഡിസൈൻ ആൻഡ് ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത് അതിൽ വർക്ക് ചെയ്യും ചിന്തിക്കുക ഏതിലാണ് കൂടുതലായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം എന്നുള്ള ആ ഒരു ഐഡിയ. അതെനിക്ക് കോള് വന്നതാ തോന്നുന്നു മാഷേ, ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. കോളേ നമ്മുടെ ട്രാൻസ്ഫർ നടത്തിയതുകൊണ്ട് ഉള്ള ചില കോളുകൾ വന്നതാ. ഇപ്പൊ ക്ലിയർ ആണോ മാഷേ? ക്ലിയർ ആണ്. അപ്പൊ ന്യൂട്രീഷൻ, അതുപോലെ ഡിസൈൻ, നമ്മൾ പറഞ്ഞ ഏരിയകൾ തന്നെയാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ്, കമ്മ്യൂണിറ്റി, സൊസൈറ്റി തുടങ്ങിയിട്ടുള്ള ഇതാണ് നമുക്ക് സ്പെഷ്യലൈസേഷന്റെ ഏരിയ വരിക. അപ്പൊ അതിൽ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോ സ്പോർട്സ് ന്യൂട്രീഷൻ കുട്ടികൾക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്, സ്പോർട്സ് ന്യൂട്രീഷൻ എന്ന് കേൾക്കുമ്പോൾ. അപ്പൊ അത്തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻസ് നമുക്ക് PG ഡിപ്ലോമയായിട്ടൊക്കെ ചെയ്യാൻ കഴിയും. ഇനിയിപ്പോ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ PG ഡിപ്ലോമയായിട്ട് ഒരു വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. അത് നമുക്ക് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ദെൻ നമുക്ക് ഇനി കേരളത്തില് ഇപ്പോ ഒരു കുട്ടി വന്നിട്ട് എനിക്ക് +2 കഴിഞ്ഞിട്ട് കേരളത്തിൽ എവിടെ എനിക്ക് ഹോം സയൻസ് കോഴ്സുകൾ ചെയ്യാം, എവിടെ ഏതൊക്കെ സ്പെഷ്യലൈസേഷൻ ആണ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പറഞ്ഞിട്ട് എനിക്കിപ്പോ ടെക്സ്റ്റൈൽ ആൻഡ് കോസ്റ്റ്യൂം സയൻസ് പഠിക്കണം ടീച്ചർ, എവിടെയാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇനി പറയുന്നത്. ഇപ്പൊ വിമല കോളേജ് തൃശ്ശൂർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെങ്കിൽ വിമല കോളേജ് തൃശ്ശൂർ, അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആവശ്യപ്പെടുന്നുണ്ട് BSc കോഴ്സിന്. BSc
BSc ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ്. കണ്ടോ, കോഴ്സിന്റെ പേര് മാറി, അവിടുന്ന് ഹോം സയൻസ് ഉള്ള രീതിയിൽ നിന്ന് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് എന്നതിലേക്ക് മാറി. അതുപോലെ ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കോഴ്സാണ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാഷൻ ടെക്നോളജി. ദെൻ PG കോഴ്സായിട്ട് ഹോം സയൻസിന്റെ കീഴിൽ തന്നെ ടെക്സ്റ്റൈൽസ് ആൻഡ് കോസ്റ്റ്യൂം സയൻസ്. ഈ ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റും ധാരാളം ഡിപ്ലോമ കോഴ്സുകൾ, ഇപ്പൊ കുളിനറി ആർട്സ് പോലെ ഉള്ളതിലൊക്കെ പല പ്രോഗ്രാംസുകളും, ഫുഡ് പ്രോസസ്സിംഗിൽ BVOC, ഇതെല്ലാം അവരുടെ ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നുണ്ട്. മറ്റൊരു കോളേജാണ് സാവിത്രി ദേവി സാംബു മെമ്മോറിയൽ വുമൺസ് കോളേജ്. അവിടെയും ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ്, ടെക്സ്റ്റൈൽ കോഴ്സ്, ദെൻ ഹോം സയൻസിന്റെ PG ആയിട്ട് ടെക്സ്റ്റൈൽ ആൻഡ് ഹോം സയൻസ്, ന്യൂട്രീഷൻ, ഇങ്ങനെയുള്ള PG കോഴ്സുകൾ. പിന്നെ യൂണിറ്റി വിമൻസ് കോളേജ് മഞ്ചേരിയിൽ വരുന്നുണ്ട്, സ്പെഷ്യലൈസേഷൻ ഒന്നും പറയുന്നില്ല, അവിടെയും വരുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മിക്ക കോളേജുകളും എനി +2 എന്ന പേരിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരുടെ എലിജിബിലിറ്റി ആവശ്യപ്പെടുന്നത് ശ്രീനാരായണ കോളേജ് ഫോർ വുമൺ കൊല്ലം എയ്ഡഡ് കോളേജ് ആണ്. അവിടെയും ഡിഗ്രി PG, ഇപ്പൊ അവരുടെ PG സ്പെഷ്യലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫാമിലി റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള പേരിലേക്കാണ് അത് വന്നിട്ടുള്ളത്. ദെൻ ഗവൺമെന്റ് കോളേജ് ഫോർ വുമൺ വഴുതക്കാട് ട്രിവാൻഡ്രം, ഈ ഒരു ഹോം സയൻസിന്റെ ഏറ്റവും ഒരു പണ്ട് തൊട്ടേ ഉള്ള നമുക്കൊരു മികച്ച സ്ഥാപനമായിട്ട് പറയുന്നതാണ്. അവിടെ BSc MSc MSc നോക്കൂ, എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്നുള്ള പേരിലും MSc വന്നിട്ടുണ്ട് ആ ഒരു സ്പെഷ്യലൈസേഷനിൽ. ദെൻ ഒരു NSS കോളേജ് ഫോർ വുമൺ, അവിടെയും നമുക്ക് BSc കോഴ്സ് അവൈലബിൾ ആണ്. ദെൻ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെങ്കിൽ മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജ് അങ്കമാലി സെൽഫ് ഫിനാൻസിംഗ് ആണ്. സെന്റ് തെരേസ കോളേജ് എറണാകുളം, ഇവർ എനി +2 വെച്ചിട്ടാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അവിടെ MSc ഹോം സയൻസിന് തന്നെ 3 സ്പെഷ്യലൈസേഷൻ നമുക്ക് കാണാം സെന്റ് തെരേസ എറണാകുളത്ത്. അതിൽ റിസോഴ്സ് മാനേജ്മെന്റും ഇന്റീരിയർ ഡിസൈനിങ്ങും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. ദെൻ MSc ഇൻ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്നുള്ള പേരിൽ ഒരു കോഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതില് BSc ഹോം സയൻസ് കഴിഞ്ഞവര് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. ക്ലിനിക്കൽ ന്യൂട്രീഷനും ഡയറ്ററ്റിക്സിനും ഒക്കെ ഉള്ള പ്രാധാന്യം കൂടി വരുന്ന ഒരു സമയമാണ്. ദെൻ സെന്റ് ജോസഫ് കോളേജ് ആലപ്പുഴ വരുന്നു, CMS കോളേജ് കോട്ടയം, അസംഷൻ കോളേജ് കോട്ടയം. ഇവിടെ എല്ലാം നമുക്ക് BSc എന്നുള്ള രീതിയിൽ ചിലർക്ക് BSc ഹോണേഴ്സ് ആണ്, ചിലർക്ക് റിസർച്ച് ആണ്. ഈ രീതിയിലൊക്കെ നമുക്ക് കേരളത്തിൽ തന്നെ കോളേജുകളും കോഴ്സുകളും അവൈലബിൾ ആണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെങ്കിൽ ഈ 2 കോളേജസ് ആണ്, നിർമ്മലഗിരി കോളേജും സാദിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കണ്ണൂർ. ഈ 2 കോളേജാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്നത്. ഇനി നമ്മൾ കേരളത്തിലെ സ്ഥാപനങ്ങൾ മാത്രം പരിചയപ്പെടുത്തിയ പോരാ, തീർച്ചയായിട്ടും നമ്മുടെ CUET വഴി പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റിയ സ്ഥാപനങ്ങളുണ്ട്. ഈ അഡ്മിഷനിൽ ചില കോളേജുകൾ +2 മാർക്ക് ബേസ് ചെയ്യും, ചിലവർ CUETയുടെ ബേസ് ചെയ്തിട്ടാണ് ഇതിലേക്കുള്ള അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ചെണ്ണം മാത്രമേ നമ്മളിവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുള്ളൂ. നിർമ്മല നികേതൻ കോളേജ് ഓഫ് ഹോം സയൻസ് വരുന്നുണ്ട്, മഹാരാഷ്ട്ര ബോംബെയിൽ വരുന്നതാണ്. ദെൻ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വരുന്നു. ലേഡി ഇർവിൻ കോളേജ് ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് നമ്മുടെ ഹോം സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. അവിടെയും വിവിധ തരത്തിലുള്ള കോഴ്സുകൾ ഇതുമായി ബന്ധപ്പെട്ടത് ലഭ്യമാണ്. ദെൻ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഹിന്ദു യൂണിവേഴ്സിറ്റി, അവിനാശലിംഗം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോം സയൻസ്. ഇതൊക്കെ നമുക്ക് ഒന്ന് ഇതിന്റെ ഏതൊക്കെ കോഴ്സ് വരുന്നു, എങ്ങനെയാണ് അവരുടെ മോഡ് ഓഫ് അഡ്മിഷൻ, ഇതൊക്കെ മനസ്സിലാക്കി കുട്ടികൾക്ക് ഞങ്ങൾക്ക് ഇതിന് പുറത്തേക്കും ഇതിനെ പഠിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടെ തന്നെ നമുക്ക് പറയാവുന്ന മികച്ച ഡിപ്ലോമ കോഴ്സുകൾ കൊടുക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗുഡ് മാനുഫാക്ചറിങ് ആൻഡ് പ്രാക്ടീസസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് IGMP എന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അവിടെ ഒരുപാട് കോഴ്സുകളാണ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ നമുക്ക് ഈ ഒരു ഇതിൽ കാണാം. അതില് ഹെൽത്ത് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, പിന്നെ അതുപോലെ നമ്മുടെ സ്പോർട്സ് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, അങ്ങനെയുള്ള ഒരുപാട് PG ഡിപ്ലോമ പ്രോഗ്രാംസ് നമുക്ക് ഇതിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക് സ്റ്റഡീസ്, അങ്ങനെയുള്ള കുറേ ഡിപ്ലോമ കോഴ്സുകൾ നമുക്ക് കാണാം. അപ്പൊ കുട്ടികൾക്ക് അവർ പഠിച്ച ഈ ഏരിയകളിൽ ഏറ്റവും താല്പര്യമുള്ള ഏരിയയിൽ തന്നെ
PG ഡിപ്ലോമകൾ ചെയ്യാം. ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അങ്ങനെയുള്ള ഏതാണോ അവർക്ക് താല്പര്യം. ഇനിയിപ്പോൾ ഡിസൈനിങ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്, ടെക്സ്റ്റൈലുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അപ്പോൾ അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. കുറച്ച് സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാം. അതുവഴി നമുക്ക് കുട്ടികളെ ഈ ഒരു മേഖലയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിലേക്ക് കൊണ്ടുവരാനും കഴിയും. ഇനി നമുക്ക് അടുത്ത ഇതിൽ എൻട്രൻസ് എക്സാമിനേഷൻസ് ഏതൊക്കെ വഴിക്ക് ഇത് ജസ്റ്റ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഉള്ള മെറിറ്റ് ബേസിസിലല്ലാതെ ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളും കുട്ടികളെ അറിയിക്കാം. CUT UG CUT PG നമുക്ക് CUTയിൽ തന്നെ ഒരുപാട് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ഉണ്ടെന്നുള്ളത് നമുക്ക് കുട്ടികളെ അറിയിക്കാം. അതായത് ഇപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതേപോലെ തന്നെ അവിനാശിലിംഗം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോം സയൻസ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഫോർ വുമൻ, ഇവരൊക്കെ CUT UGക്കും CUT PGക്കും ഒരുപാട് കോഴ്സസിന് വേണ്ടിയിട്ട് ഇവർ എക്സാംസ് അതായത് ഇവർ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഇവർക്ക് ഡിഗ്രി കോഴ്സസ് BSc ഹോം സയൻസ് എന്നുള്ളത് മാത്രമല്ല, BSc കമ്മ്യൂണിറ്റി സയൻസ്, BA ഹോം സയൻസ്, അതുപോലെ തന്നെ ബാച്ചുലർ ഓഫ് ഡിസൈൻ ആൻഡ് അതിൽ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ, അങ്ങനത്തെ പല തരത്തിലുള്ള കോഴ്സസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് നമുക്ക് കുട്ടികളെ അറിയിക്കാം. അതേപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻസിൽ ICAR AIE നടത്തുന്ന ബേസിക്കലി ICAR AIE നടത്തുന്നത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അതിന്റെ ഒരു പാർട്ട്, ഒരു എക്സാംസ് അവർ കണ്ടക്ട് ചെയ്യുന്നത് PGക്കാണ് മേജർലി അവർ നടത്തുന്നത്. കമ്മ്യൂണിറ്റി സയൻസ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ഫാമിലി സ്റ്റഡീസ്, റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് കൺസ്യൂമർ സയൻസ്, അങ്ങനത്തെ ഒരുപാട് കോഴ്സസിന് വേണ്ടിയിട്ട് അവർ എൻട്രൻസ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കുട്ടികളെ അറിയിക്കാം. ഇതേപോലെ തന്നെ NIFT NID DAT ഇവര് നടത്തുന്ന കോഴ്സ് എക്സാംസ് ഉണ്ട്. അതിലും ഇപ്പോ എന്താ പറയാ, ഹോം സയൻസ് കഴിഞ്ഞ ഹോം സയൻസ് കഴിഞ്ഞിട്ടല്ല, സയൻസ് കഴിഞ്ഞ ഏതൊരു കുട്ടിക്കും ഈ നിഫ്റ്റിലേക്കും NIDയിലേക്ക് പോകാൻ ഉള്ള ചാൻസ് ഉള്ള പോലെ തന്നെ ഹോം സയൻസിലുള്ള കുട്ടികൾക്ക്, ഹോം സയൻസ് +2 പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമാവും, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. ഇപ്പൊ NIFT അതേപോലെ NID DAT ഒക്കെ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് അവർക്ക് ഫാഷൻ ഡിസൈൻ ലോകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേപോലെ തന്നെ UGC നെറ്റ് നമുക്ക് ടീച്ചിങ് ഫീൽഡിന് വേണ്ടിയിട്ട് ബാക്കി എല്ലാ സബ്ജക്ട്സിനും ഉള്ള പോലെ തന്നെ ഹോം സയൻസിനും അത് അവൈലബിൾ ആണ്. ഇപ്പോൾ UGC നെറ്റ് കിട്ടിയിട്ട് കോളേജസിൽ വർക്ക് ചെയ്യാനും PhD എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഉണ്ട് എന്നുള്ളത്. ഇത്രയും തരത്തിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ഇപ്പോൾ UG ലെവലിക്കും PG ലെവലിക്കും പിന്നെ PhD ലെവലിക്കും എല്ലാ തരത്തിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ടെന്നുള്ളത് കുട്ടികളെ അറിയിക്കാം നമുക്ക്. നെക്സ്റ്റ് സ്കോളർഷിപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണയുള്ള എല്ലാ ഡിഗ്രിക്കുള്ള PGക്കുള്ള സ്കോളർഷിപ്സും ഇതിനും അവൈലബിൾ ആണ്. യൂണിവേഴ്സിറ്റി മെറിറ്റ് സ്കോളർഷിപ്സ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കോളർഷിപ്പ്, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ സ്കീംസ്, അതേപോലെ തന്നെ UGC നാഷണൽ സ്കോളർഷിപ്പ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ്, UGC PG ഇന്ദിരാഗാന്ധി സ്കോളർഷിപ്പ് ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ്, UGC PG സ്കോളർഷിപ്പ് ഫോർ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സ്. ഇതൊക്കെ നോർമലി എല്ലാ ഡിഗ്രി കോഴ്സസിനും PG കോഴ്സസിനും പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്സ് നമുക്ക് ഹോം സയൻസിനും അവൈലബിൾ ആണ്. ഇതിന്റെ ഒപ്പം തന്നെ ICAR സ്കോളർഷിപ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ICAR എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ PG അതായത് PhD എക്സാം PhDക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ അവർക്ക് സ്കോളർഷിപ്സ് സ്റ്റൈപ്പൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനും നമുക്ക് ഈ ഹോം സയൻസിന് ബന്ധപ്പെട്ടിട്ട് കമ്മ്യൂണിറ്റി സയൻസ് അല്ലെങ്കിൽ അതിലാണ് സ്പെസിഫിക്കലി പറയുന്നുണ്ട്, ICARന്റെ സൈറ്റിൽ സ്പെസിഫിക്കലി പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി ഹോം സയൻസ് എന്നുള്ളത് ഫോർമർലി ഇറ്റ് വാസ് നോൺ ആസ് ഹോം സയൻസ്, നോ ഇറ്റ് ഇസ് നോൺ ആസ് കമ്മ്യൂണിറ്റി സയൻസ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഹോം സയൻസിന് ബന്ധപ്പെട്ടുള്ള സ്കോളർഷിപ്സിനെ കുറിച്ചിട്ടും കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കാം. പിന്നെ ഇതിനൊപ്പം ഷോർട്ട് ടേം കോഴ്സസ്, ഒരുപാട് ഷോർട്ട് ടേം കോഴ്സസ് ടീച്ചറും കുറച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ ക്ലിനിക്കൽ ന്യൂട്രീഷൻ, സ്പോർട്സ് ന്യൂട്രീഷൻ, ഡയറ്റിക്സ്, ഫുഡ് സേഫ്റ്റി, ബേക്കറി ആൻഡ് കോൺഫെഷനറി, പിന്നെ ഫുഡ് പ്രിസർവേഷൻ, ഫുഡ് പ്രോസസ്സിംഗ്, ഫാഷൻ ഡിസൈനിങ്, അപ്പാരൽ ഡിസൈനിങ്, ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡെക്കറേഷൻ, ബ്യൂട്ടി ആൻഡ് വെൽനസ്, ചൈൽഡ് കെയർ, മോണ്ടസറി ടീച്ചർ ട്രെയിനിങ്, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, ഇവന്റ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതേപോലെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, സോഫ്റ്റ് സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഫുഡ് ഫോട്ടോഗ്രാഫി,
ഹോം ബേസ്ഡ് ഫുഡ് ബിസിനസ് മാനേജ്മെന്റ് എന്നിങ്ങനെ ഒരുപാട് ഷോർട്ട് ടേം കോഴ്സസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ ചില പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ അവർ ഒരുപാട് ഇങ്ങനെ ഷോർട്ട് ടേം കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബേക്കറി സയൻസ് ആൻഡ് ടെക്നോളജി, ബേക്കറി ആൻഡ് കോൺഫിഷറി പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് ഉള്ള ഷോർട്ട് ടേം കോഴ്സസ് നടത്തുന്നുണ്ട്. ഇതേപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഹരിയാന അവരും ഒരുപാട് ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം കോഴ്സസ് നടത്തുന്നുണ്ട്. പിന്നെ ഷോർട്ട് ടേം കോഴ്സസിന്റെ കാര്യം പറയുമ്പോൾ സെന്റർ ഫോർ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് സ്റ്റഡീസ്, അതിൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, ക്ലിനിക്കൽ ന്യൂട്രീഷൻ, മെഡിക്കൽ ന്യൂട്രീഷൻ, ജിയററ്റിക് ന്യൂട്രീഷൻ, ഡയറി ന്യൂട്രീഷൻ, ബേക്കറി ന്യൂട്രീഷൻ എന്നിങ്ങനെ ഷോർട്ട് ടേം കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഷോർട്ട് ടേം കോഴ്സസിൽ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് പ്രോസസിംഗ് ഓഫ് മാനേജ്മെന്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നീ കാര്യങ്ങൾ നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇതിന്റെ ഒപ്പം തന്നെ ഇപ്പോ ഡിഗ്രി കോഴ്സസിന് എല്ലാത്തിലും തന്നെ നമുക്ക് ക്രെഡിറ്റ് ബേസ്ഡ് ആണ് നമുക്ക് കോഴ്സസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓൺലൈൻ കോഴ്സസിനെ കുറിച്ചിട്ടും കുട്ടികളോട് പരിചയപ്പെടുത്താം. സ്വയം പോലത്തെ ഓൺലൈൻ കോഴ്സസ് ഇറ്റ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ്. അതിൽ തന്നെ 1-2 ഓൺലൈൻ കോഴ്സസിന്റെ ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ഓരോ സമയത്ത് അവർ അപ്ഡേറ്റ് ചെയ്തിട്ട് വരാറുണ്ട്. ന്യൂട്രീഷൻ, സ്വയത്തിലെ ന്യൂട്രീഷൻ ആൻഡ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ വുമൻസ് ഹെൽത്ത് ആൻഡ് എംപവർമെന്റ്, പിന്നെ കോഴ്സെറ പ്രൊവൈഡ് ചെയ്യുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് ബേസിക്സ്, ചൈൽഡ് ന്യൂട്രീഷൻ ആൻഡ് കുക്കിംഗ്, ബേസിക്സ് ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ, ഉഡിമി പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് ബേസിക്സ് എന്നിങ്ങനെ പലതരത്തിലുള്ള ഓൺലൈൻ കോഴ്സസ്, ഷോർട്ട് ടേം കോഴ്സസ് ആണ്. 12 to 16 വീക്സിനുള്ള കോഴ്സസ് ഒക്കെ ആയിരിക്കും. ജസ്റ്റ് അവർക്ക് എക്സാമിനേഷന് മാത്രം ഒരു ഫീ മാത്രം പ്രൊവൈഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എക്സാമിനേഷനുള്ള ഫീ മാത്രം പ്രൊവൈഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് നേടാവുന്നതാണ്. എന്നീ കാര്യങ്ങൾ കുട്ടികളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയുകയാണെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ധന്യ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഹോം സയൻസ് എന്ന് പറയുന്ന സമയത്ത് കുട്ടികൾ വളരെ ചുരുക്കം അത് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് എന്നുള്ള രീതിയിൽ സയൻസ് എന്ന രീതിയിലാണ് പല കുട്ടികളും അത് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിന് പുറമെ ഇതിന് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കുട്ടികളെ ധരിപ്പിച്ചു കൊടുക്കാം. ലൈക്ക് ഇപ്പൊ ഡയറ്റീഷ്യൻ, അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ്, പിന്നെ ഫുഡ് സയന്റിസ്റ്റ്, ഫുഡ് ടെക്നോളജിസ്റ്റ്, പിന്നെ ടെക്സ്റ്റൈൽ ഡിസൈനർ, ഫാഷൻ ഡിസൈനർ, ഇന്റീരിയർ ഡിസൈനർ, ഫാമിലി റിസോഴ്സ് മാനേജർ, ചൈൽഡ് ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, പിന്നെ ടീച്ചർ അല്ലെങ്കിൽ ലെക്ചറർ, നമുക്ക് HSST ടീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ കോളേജ് ലെക്ചറേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ എന്നൊക്കെ പറയുന്ന സമയത്ത് കമ്മ്യൂണിറ്റിയും പിന്നെ ഗവൺമെന്റും തമ്മിലുള്ള ഒരു ലൈസൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ് ആണ്. കൗൺസിലേഴ്സ്, സോഷ്യൽ വർക്കർ, ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ്, ഇവന്റ് മാനേജർ, ഹോസ്പിറ്റാലിറ്റി മാനേജർ, പിന്നെ പബ്ലിക് ഹെൽത്ത് വർക്കർ, ഗവൺമെന്റ് ജോബ്സ് എന്നിങ്ങനെ പല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളും നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇത്രയാണ് നമ്മുടെ ഹോം സയൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതില് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് മുതൽക്ക് കുട്ടികൾക്ക് ഹോം സയൻസ് എന്താ എന്നുള്ളത് പറയുന്നതിന്റെ ഒപ്പം തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുണ്ടാവും. അതൊരു ആരും എടുക്കാത്ത ഒരു ലാസ്റ്റ് റിസോർട്ട് എന്നൊരു രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് അല്ല. അതൊരു നല്ലൊരു എന്താ പറയാ, നമുക്കൊരു ഭാവി നല്ല ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണെന്നുള്ള ഒരു കാര്യം കുട്ടികളെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ആ ഒരു ഏരിയയിലേക്കും പോകാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാവും. താങ്ക് യു.